നമ്മൾ ബോട്ട് ഈ പാർട്ടി പാൽ 390 എന്ന് പറയുന്ന ഒരു പാർട്ടി ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴും ഇതാണ് ആ ബോക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുണ്ട്. ബാക്കിലൊരു എയർ വെൻ്റെല്ലാം വരുന്നുണ്ട്, പവർ ഔട്ട്പുട്ട്, പിന്നെ ഇതിനൊരു വീല് വരുന്നുണ്ട്. ഇച്ചിരി ഹെവിയാണ് സാധനം. പിന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു USB ഇൻപുട്ട് ഉണ്ട്, ഒരു ആക്സ് ഇൻപുട്ട് ഉണ്ട്, പിന്നെ ഒരു ഗിറ്റാർ നമുക്ക് കണക്ട് ചെയ്യാം, 2 മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ വോളിയം കൺട്രോള്, ബാക്കി കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ LED നമുക്ക് മോഡ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും, ട്രബിള് ബാസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇക്വലൈസർ, ഇതിന് പ്രീ സെറ്റായിട്ട് കുറച്ച് ഇക്വലൈസർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വലിയ പ്രശ്നമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ പ്രശ്നമില്ലാത്തൊരു പാർട്ടി ബോക്സാണ്. പിന്നെ എനിക്കിപ്പം ഇതിനായതൊരു 13,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ അത്യാവശ്യം ഇത് ഔട്ട്ഡോറിലൊരു സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ച് തരാം. Bluetooth mode. Como si tú quieres cuento yo no me muevo. Pégate pa' la pared que quiero verte como eso. Tú eres loca, tú eres una crisis. Ahorita las patas como chapita pussy. Oh my God, bienvenida al mundo fácil. Gracias a Dios mío porque corona una nazi. Ich war 4 Jahre weg, zwischen Staub und den Dreck. Keine Regeln, kein Gesetz. Act like I don't fucking get it all. അപ്പോൾ ഇതാണ് നമ്മളെ ഔട്ട്ഡോറിൽ വെച്ചിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു നല്ല ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. പിന്നെ ഇത് ഔട്ട്ഡോറിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. ഞാൻ ഇൻഡോറിലുള്ള നിങ്ങൾക്ക് മ്യൂസിക് കേൾപ്പിച്ച് തരാം. ഇൻഡോറിൽ വയ്ക്കുമ്പം ഒരു 32 വരെ വോളിയം ഉണ്ട്. അപ്പോഴൊരു 20-നകത്ത് വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നത്. അകത്ത് നമുക്ക് ഒരുപാട് സൗണ്ടിൽ വെക്കാൻ പറ്റത്തില്ല, കാരണം ഇതിന് നല്ലൊരു ബഹളമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അകത്ത് മാക്സിമം ഒരു 15, 16, 18 ആ റേഞ്ചിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇൻഡോറിലുള്ള ബാക്കി ആഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കേൾപ്പിച്ച് തരാം. നമുക്ക് ഇൻഡോറിൽ വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാണാം. പിന്നെ നൈറ്റിലാണെങ്കിൽ ഔട്ട്ഡോർ ആയിരുന്നാലും പ്രശ്നമില്ല. ഇതിപ്പം ഇൻഡോറിലേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് കണ്ടോ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ സിംഗിൾ കളറാണ്. അപ്പോൾ ഇൻഡോറിലുള്ള മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇൻഡോറിലെ സൗണ്ട് ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടായിരിക്കും.
അപ്പോൾ നമുക്ക് ഇൻഡോറിൽ ഏകദേശം മ്യൂസിക് ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കും ഉള്ളത്. നമുക്ക് അത്യാവശ്യം പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് ഒരു ലോക്കൽ സെറ്റപ്പിലോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്ക് ഈ ഗ്രാബ് ഹാൻഡിലിൻ്റെ അവിടെ അത്യാവശ്യം ഒരു റബ്ബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ബെറ്റർ ഗ്രിപ്പിന് വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ JBL വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ JBL അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നമുക്കത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി തരുന്ന സ്പീക്കർ തന്നെയാണത്. അപ്പോൾ ഞാൻ ഒരുപാട് സ്പീക്കർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് കേൾക്കാനായിട്ട് ഇതൊരു അവസരം, ഇത് ഷോപ്പിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ ഒരു 2-3 സ്പീക്കറാണ് വാങ്ങിക്കാനായിട്ട് നോക്കിയത്. ഒന്ന് സോണിയുടെ XP500, പിന്നെ പാർട്ടി ബോക്സ് 110, പിന്നെ നമ്മുടെ JBL പാർട്ടി ബോക്സ് എൻകോർ എസെൻഷ്യൽ എന്ന് പറയുന്ന ഈ 3 സ്പീക്കറാണ് ഞാൻ നോക്കിയത്. കാര്യം അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കിയത്. അപ്പം അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇതായിരുന്നു. എനിക്ക് 13,000 കിട്ടിയത്. അതൊരു നല്ല ഡീലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാര്യം ഇത് ആ ഒരു പ്രൈസ് റേഞ്ചിന് ആ ഒരു പൈസയ്ക്കുള്ള മുതലുണ്ടത്. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള സൗണ്ട് ക്വാളിറ്റിയും ലഭിക്കും, 100% ഉറപ്പ്. പിന്നെ ഇൻഡോറിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു 20-നകത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും. 20-ന് മേളിൽ പോകുമ്പം എന്ന് വെച്ചാൽ സൗണ്ട് ക്വാളിറ്റി ഇത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഔട്ട്ഡോറിൽ നല്ല ബെറ്റർ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇൻഡോറിൽ നല്ല സൗണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിനൊരു ബഹളം പോലെ തോന്നും. നമുക്ക് എല്ലാം നമുക്ക് അങ്ങോട്ട് കേൾക്കാൻ പറ്റത്തില്ല. എല്ലാ സൗണ്ട്സും മ്യൂസിക്കും വോക്കലും ഒന്നും എല്ലാം നമുക്ക് ക്ലിയർ ആവത്തില്ല. അപ്പോഴൊരു 20-നകത്ത് സൂപ്പർബാണ്, അടിപൊളി സാധനം. അപ്പം നിങ്ങൾക്ക് ഈ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നല്ല ഓഫർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് വാങ്ങിക്കാം ഈ 13,000 പ്രൈസ് റേഞ്ചിൽ. ഇനി 13,000 പ്രൈസ് റേഞ്ചിൽ വേറെ ബ്രാൻഡ്സിനുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് ബോട്ട് ഇപ്പം മ്യൂസിക് പ്രോഡക്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാനും വാങ്ങിച്ചത്. അപ്പോഴും നിങ്ങൾക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്ലൂടൂത്ത് പാർട്ടി ബോക്സ് ആണ്. അപ്പം എനിവേ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സി യു അടുത്ത വീഡിയോയിൽ കാണാം. ഞാനൊരു പാർട്ടി ബോക്സ്, നമ്മുടെ JBL പാർട്ടി ബോക്സ് 110 വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് അത് വന്നതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.